الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم وقل لعبادي يقولوا التي هي أحسن إن الشيطان ينزغ بينهم إن الشيطان كان للإنسان عدوا مبينا رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പുലർത്തിയും പാലിച്ചും തഖ്വ മുറുകെ പിടിച്ചും മുന്നോട്ട് പോകണമെന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് മരണം വരെയും നമുക്ക് എല്ലാവർക്കും നിലനിർത്തി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് അവൻ ഉന്നതമായ സ്വഭാവ ഗുണങ്ങളുടെ ഉടമസ്ഥനായിരിക്കും എന്നതാണ്. ഒരുപാട് സൽ സ്വഭാവങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസിൽ ഉണ്ടാകണമെന്ന് പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രാധാന്യത്തോടുകൂടെ പഠിപ്പിച്ച ഒന്നാണ് ഇണക്കം, സൗമ്യത എന്നൊക്കെ പറയുന്നത്. അൽ മുഅ്മിനു യഅലഫു വയുഅലഫ്. ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ പെട്ടെന്ന് ഇണങ്ങുന്നവനായിരിക്കുമെന്ന്, അവൻക്ക് പെട്ടെന്ന് ഇണക്കപ്പെടാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, വലാ ഖൈറ ഫീമൻ ലാ യഅലഫു വലാ യുഅലഫ്. ഇണങ്ങാത്തവനിൽ, പെട്ടെന്ന് ഇണക്കപ്പെട്ടാൻ നിന്നുകൊടുക്കാത്തവനിൽ ഒരു നന്മയുമില്ല എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ചില ആളുകളൊക്കെ സ്വമേധയാൽ പെട്ടെന്ന് ഇണങ്ങുന്ന ആളുകളായിരിക്കും, എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറുന്ന ആളുകളായിരിക്കും. എന്നാൽ ചിലരാകട്ടെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കയർത്ത് സംസാരിക്കുന്ന, വളരെ ഒരു പരുക്കൻ മെന്റാലിറ്റിയുമായി കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്തെങ്കിലും പറയുമ്പോഴേക്കും പിണങ്ങുന്ന ആളുകളുണ്ട്. വർഷങ്ങളോളം ആ പിണക്കം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ഉണ്ട്. സുഹൃത്തുക്കളെ, വലിയ വില കൊടുക്കേണ്ടി വരും, യാതൊരുവിധ സംശയവുമില്ല.
തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പിണങ്ങി ആളുകളുമായിക്കുള്ള ബന്ധവിച്ഛേദനത്തിലൂടെയാണ് യാത്രയെങ്കിൽ ആ യാത്രക്ക് പരലോകത്തെത്തുമ്പോൾ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. നഊദു ബില്ലാഹ്. അതൊരിക്കലും ഉണ്ടാകാതിരിക്കുവാൻ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു വിശ്വാസിയിൽ നിന്ന് ഒരിക്കലും പിണക്കം എന്ന സംഗതി ഉണ്ടാകാതിരിക്കാൻ തന്നെയാണ് അവൻ ശ്രദ്ധിക്കേണ്ടത്. അതൊരിക്കലും സംഭവിക്കാതിരിക്കാൻ നമ്മൾ പ്രധാനമായും കൊണ്ടു നടക്കേണ്ട ചെറിയ ചെറിയ ടിപ്സുകളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? നമ്മൾ എങ്ങനെയായിരിക്കണം പരസ്പരം. ആദ്യമായി കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ ആരെ കണ്ടാലും പുഞ്ചിരിക്കണമെന്ന. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ. സഹോദരാ, നീ ഒരു നന്മയെയും നിസ്സാരവൽക്കരിക്കരുത്. വലൗ വൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖിൻ. സുസ്മേരവദനായി പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ തന്റെ സഹോദരനെ കാണുന്നത് പോലും നീ വെറുതെയായി കാണരുത്. അതിൽ പോലും വലിയ കൂലിയുണ്ട് എന്ന മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു കൂട്ടരെ. അള്ളാന്റെ റസൂലിന് എന്തെല്ലാം ടെൻഷനുണ്ട്, എന്തെല്ലാം ഉത്തരവാദിത്തത്തിന്റെ ഖനമുണ്ട്. പക്ഷെ അള്ളാന്റെ റസൂൽ എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത് നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളം എന്നറിയോ? പ്രവാചകൻ ഉപദ്രവിച്ചവരോട് പോലും പ്രവാചകൻ പുഞ്ചിരിച്ചിട്ടാണ് മറുപടി കൊടുത്തിരുന്നത്. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലായിരിക്കെ ഒരു അഅറാബി വന്നിട്ട് നല്ല പരിക്കൻ ഒരു തോർത്തുമുണ്ടോ മറ്റോ എടുത്ത് പ്രവാചകന്റെ കഴുത്തിലേക്ക് ഇട്ട് വലിച്ചു. നോക്ക് മുഹമ്മദേ എന്ന് പറഞ്ഞിട്ട്, എന്റെ അവകാശം എനിക്ക് തിരിച്ചു തരണം പറഞ്ഞിട്ട്. ഈ അഅറാബികൾക്കൊരു പ്രത്യേകത, അവർക്ക് ഈ സംസ്കാര ശൂന്യരായിരിക്കും. വലിയ സംസ്കാരം ഒന്നും അവർക്ക് ഉണ്ടാവില്ല. അവരെന്താ എപ്പോഴാ എങ്ങനെ പറയാന്നും പറയാൻ പറ്റൂല. കഴിഞ്ഞൊരു ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു പള്ളിയിൽ മൂത്രമൊഴിച്ച സംഭവം അല്ലേ? ഇവിടെ വേറെയാണ് വിഷയം. ഇട്ട് വലിച്ചു. ഹദീസ് നമുക്ക് കാണാൻ കഴിയും, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ചോര പൊടിയുമാറ് അത്രയും ശക്തമായ വലിയാണ് വലിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്ക് തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട്, നീ പറ, നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചു എന്നാണ്. അത്രത്തോളം അങ്ങനെയായിരുന്നു. സഹാബാക്കളോടൊക്കെ പ്രവാചകനിക്ക് എത്രയേറെ ടെൻഷനുകളും ഉത്തരവാദിത്തത്തിന്റെ കനമുണ്ടായിട്ടും പ്രവാചകൻ പുറത്തേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് നടക്കാറുണ്ടായിരുന്നു എന്ന്. യഥാർത്ഥത്തിൽ നമ്മളും ആഗ്രഹിക്കണം അത് തന്നെയല്ലേ? അപരനിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കണതല്ലേ? നമ്മളൊരു ഡോക്ടറെ കാണാൻ വേണ്ടി പോയി, ഒരു പുഞ്ചിരിയോടുകൂടെ നമ്മളെ സമീപിക്കുന്ന ഡോക്ടറെയാണോ, അതൊക്കെ മസിലൊക്കെ പിടിച്ചിങ്ങനെ ചോദിച്ചതിന് മാത്രം മറുപടി പറയുന്ന ഒരു എഴുത്തിനെയാണോ നമുക്ക് ഇഷ്ടമുണ്ടാവുക? നമ്മളെല്ലാവരും പറയും അല്ലേ? അതൊരു വ്യക്തിക്ക് അന്യനക്കൊരു സ്പേസ് കൊടുക്കുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക്. അവനെ ഞാൻ സ്വീകരിക്കാൻ റെഡിയാണ് എന്നതിന്റെ ഒരു സൂചനയാണ് യഥാർത്ഥത്തിൽ പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പുഞ്ചിരി എന്തുകൊണ്ട് ഇസ്ലാം ഇത്രയേറെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇണക്കത്തിന്റെ തുടക്കമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വീണ്ടും ഇണക്കത്തോടു കൂടെ ജീവിക്കാൻ അള്ളാന്റെ റസൂൽ രണ്ടാമതായി കൊണ്ട് പഠിപ്പിച്ചത് എന്താണെന്നറിയോ? പരസ്പരം സലാം പറയണമെന്നാണ്. പരസ്പരം സലാം പറയണം. സുഹൃത്തുക്കളെ, അതൊരു ആചാര മര്യാദ, ഒരു ഉപചാര മര്യാദത്തിനപ്പുറത്ത് അതിൽ വലിയൊരു പ്രാർത്ഥന നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പറഞ്ഞെന്താ? നിന്റെ മേൽ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. നീ എവിടെ പോയാലും അള്ള നിന്നെ കാക്കട്ടെ. റഹ്മാനായ റബ്ബിന്റെ റഹ്മത്ത് നിനക്ക് ഉണ്ടാകട്ടെ. സുഹൃത്തെ, ആർക്കാ ഇത് പറയാൻ കഴിയാ? ആർക്കത് പറയാൻ കഴിയാ? മനസ്സിൽ അത്രയേറെ അപരനോടുള്ള സ്നേഹമുള്ള ഒരാൾക്കല്ലേ ഇതൊക്കെ ഒന്ന് മനസ്സ് തട്ടിയിട്ട് കൂലി കിട്ടുന്ന രൂപത്തിൽ പറയാൻ കഴിയാ? അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു മര്യാദ എന്ന നിലക്ക് ജസ്റ്റ് പറയലുണ്ടാവുള്ളൂ. കൂലിയൊക്കെ കൊതിച്ചിട്ട് ഒരാൾക്ക് പറയുന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സ് അത്രയും ഇണക്കമുള്ളൊരു മനസ്സിൽ നിന്ന് ആ ഒരു അർത്ഥവത്തായ സലാം വരികയുള്ളൂ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി കൊണ്ട് പറഞ്ഞത് സലാം കൊടുക്കാനാണ്. സലാം പറയുന്നതിലൂടെ ഒരു ഇണക്കം നാം പോലും അറിയാതെ ഉണ്ടാകുന്നു എന്നാണ്. മൂന്നാമതായി കൊണ്ട് പറഞ്ഞു, സലാം കൊടുക്കുമ്പോൾ തന്നെ, പറയുമ്പോൾ തന്നെ കൈ കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? കൈകൾ കൊടുക്കണമെന്നാ പറഞ്ഞത്. ഒരു ബോഡി ടച്ച് വരുമ്പോൾ കുറച്ചും കൂടി ഇണക്കത്തിന് സാധ്യതയുണ്ട്. അള്ളാന്റെ റസൂൽ അതിനും ഇട്ടു വലിയ വില. പ്രവാചകൻ പറയാ, മാമിൻ മുസ്ലിമൈനി യൽതഖിയാനി, രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്നു. അപ്പോഴോ ഫയതസാഫഹാനി ഇല്ലാ ഗുഫിറ ലഹു ഖബല അൻ യഫ്തരിക, രണ്ടു പേരും വന്നിട്ട് സലാം പറയുമ്പോൾ ഒന്ന് മുസാഫഹത്ത് ഷെയ്ക്ക് ചെയ്ത് അല്ലേ, അവന്റെ ഒരു കയ്യൊന്ന് കൊടുത്തിട്ട് പിരിയുമ്പോൾ അവന്റെ രണ്ട് ആളുകളുടെയും പാപങ്ങൾ അതിലൂടെ പൊറുക്കപ്പെടുമെന്ന് എന്തിന് അള്ളാന്റെ റസൂൽ ഈ ഓഫർ നമുക്ക് നൽകി? അത് നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടാണ്. അത് നടപ്പിൽ വരുത്തുമ്പോൾ എല്ലാ മുസ്ലിമീങ്ങളായ എല്ലാവരോടും അങ്ങനെ വേണമെന്നാ പറയാ. മുസ്ലിമീങ്ങളായ ആളുകളോട് അങ്ങനെ വേണമെന്നാ. ഒരാണ് ആണിനും പെണ്ണിനും കൊടുക്കണം, ആണും പെണ്ണും പരസ്പരം കൊടുക്കാൻ പാടില്ല, വേറെ കാര്യം.
അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ, ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവന്റെ മനസ്സിണങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ പിണങ്ങാൻ അവിടെ ഒരു സ്കോപ്പില്ല എന്ന്, കാണുന്നവരോടൊക്കെ സലാം പറഞ്ഞ് പുഞ്ചിരിച്ചോടുകൂടെ കുശലാന്വേഷണം നടത്തുന്നതിൽ കൂലിയുണ്ടെന്ന് പറയുമ്പോൾ ആരോടും പിണങ്ങാൻ വിശ്വാസി വിട്ടുകൊടുക്കുന്നില്ല ഇസ്ലാം. അതുകൊണ്ട് മൂന്നാമതായിക്കൊണ്ട് അതാ പറഞ്ഞത്. നാലാമത്തെ കാര്യം എന്താണെന്നറിയോ? നല്ല വാക്ക് പറയണമെന്നാണ്. എന്ത് പറയുമ്പോഴും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും പറയണമെന്ന ഞാൻ ആമുഖമായി കൊണ്ട് ഓതി വെച്ച സൂറത്തുൽ ഇസ്രായിലെ 53 റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുന്നുണ്ട്. നബിക്ക് ഇറങ്ങണ വഹി എന്താണെന്നറിയോ? എന്റെ അടിമയോട് പറഞ്ഞു കൊടുക്ക് നബിയെ, അവർ നല്ലത് പറയട്ടെ. നല്ലത് പറയാൻ വേണ്ടിയിട്ട് പറയും. സംസാരിക്കുന്നുണ്ടോ മറ്റുള്ളവന്റെ മനസ്സിൽ മുറിവ് ഏൽപ്പിക്കുന്ന വർത്തമാനമല്ല സുഹൃത്തെ, മറ്റുള്ളവന്റെ സങ്കടത്തെ പെരിപ്പിക്കുന്നതല്ല, മറ്റുള്ളവന്റെ മനസ്സിൽ ആദി നിറക്കുന്നതല്ല, വ്യാധി നിറക്കുന്നതല്ല, അവന്റെ കണ്ണീരൊപ്പുന്ന സംസാരം, അവനൊന്ന് താങ്ങി നിർത്തുന്ന സംസാരം, അവൻക്ക് തവക്കുൽ കൊടുക്കുന്ന സംസാരം, പേടിക്കണ്ടട എന്നൊരു പോസിറ്റീവ് മൈൻഡ് കൊടുക്കുന്ന സംസാരം. സുഹൃത്തെ, നല്ലതേ പറയാവൂ എന്നാണ്, നല്ലതേ പറയാവൂ. ആളുകൾ ഒരു ലക്കും ലഗാനുമില്ലാതെ സംസാരിക്കാൻ, ലക്കും ലഗാനുമില്ലാതെ സംസാരിക്കാം. എന്താ ഈ പറയണത്? ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഈ വ്യക്തിയോട് ഇങ്ങനെ പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒന്നും ചിന്തിക്കുന്നില്ല, ഒന്നും ചിന്തിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ പറച്ചിൽ മറ്റുള്ളവരെ നമ്മിൽ നിന്നും അകറ്റും. ചില വാചകങ്ങൾ ആയുധത്തെക്കാളേറെ മൂർച്ചയുണ്ടാകും. ചില പ്രയോഗങ്ങൾക്ക് വലിയ ബോംബിനേക്കാൾ പ്രഹരശക്തി ഉണ്ടാകും, അല്ലേ? വലിയ അറ്റാക്കായിരിക്കും ഒരു വാക്ക്. അതൊന്നും ലക്കും ലഗാനുമില്ലാതെ ഉപയോഗിക്കുമ്പോൾ ആ ഇണക്കത്തെയാണത്, ഇണക്കം അത് പിണക്കത്തിലേക്ക് വഴിമാറും. അതില്ലാതിരിക്കാൻ എന്ത് പറയുമ്പോഴും ശ്രദ്ധിച്ചു പറയണമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. കാരണം എന്താണെന്നറിയോ? നമ്മുടെ വാക്കിനെ പിശാച് ഇങ്ങനെ വെയിറ്റ് ചെയ്യാമെന്ന. ഇന്ന ശൈത്വാന യൻസഉ ബൈനഹും ഇന്ന ശൈത്വാന കാന ലിൽ ഇൻസാനി അദുവ്വ മുബീന. നിങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അറ്റാക്ക് ചെയ്യാൻ പിശാച് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വാക്കുകളാണ്. പിശാച് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. അവൻ ഓരോ വാക്കുകളും സുഹൃത്തുക്കളെ മറ്റുള്ളവന്റെ മനസ്സിലേക്ക് ആ നിലക്ക് ദ്യോതിപ്പിച്ച് നമ്മളെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടി അവൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ്. പിശാചിന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹത്തിൽ കഴിയുന്ന രണ്ടാളുകൾക്കിടയിൽ പിണക്കങ്ങൾ ഉണ്ടാക്കുന്നതാണ്. വിശിഷ്യ ഭാര്യയും ഭർത്താവും, വിശിഷ്യ ഭാര്യയും ഭർത്താവും. ഭാര്യയെയും ഭർത്താവിനെയും തെറ്റിക്കുന്നിടത്ത് പിശാചിന്റെ സംഘത്തിന് അതിന് സാധ്യമായാൽ ലീഡറായ പിശാച് പോയിട്ട് അവനെ എന്നും പ്രോത്സാഹിപ്പിക്കുമെന്നാണ്. ഞാനൊരു ശിർക്കിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ പോലും ഇല്ലാത്തത്രയും വലിയ സന്തോഷം പിശാചിന്റെ നേതാവിന് സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന രണ്ട് ആളുകളെ പരസ്പരം കൂട്ടുകാരാകാം, ദമ്പതികളാകാം, മാതാപിതാക്കളാകാം, ആരുമാകാം, പരസ്പരം തെറ്റിത്തിരിഞ്ഞു നിൽക്കുമ്പോൾ ആ രണ്ടു പേരുടെയും വിഷയത്തിൽ പിശാചാർ തുല്ലസിക്കുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, സഹോദരാ, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ ഇടപാട് കൊണ്ട് പിശാച് സന്തോഷിക്കുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എന്നോടെന്ന പോലെ സൂചിപ്പിക്കാണ്. മനുഷ്യരാണ് സുഹൃത്തുക്കളെ, പിണക്കങ്ങൾ സ്വാഭാവികമാണ്. ഇതൊക്കെ കേട്ടാലും ദുനിയാവിന്റെ മുകളിൽ ഒരു സമയം പോലും പിണങ്ങാതിരിക്കാൻ പറ്റുന്നൊന്നും ആർക്കും പറയാൻ പറ്റൂല. പിണക്കങ്ങൾ സ്വാഭാവികമാണ്. കാരണം നമ്മുടെ മനസ്സിനൊക്കെ അവരിൽ നിന്നും ഏൽക്കേണ്ടി വരുന്ന പ്രഹരങ്ങൾ ഒരു പക്ഷെ നമ്മളണ്ട് കെടുത്തി കളഞ്ഞേക്കാം, പിണക്കത്തിലേക്ക് നമ്മൾ വഴി വെച്ചേക്കാം. പക്ഷെ ഉടനെ ഇണങ്ങാൻ ശ്രമിക്കണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. അതിനെന്ത് വേണമെന്നറിയോ? അതിനെന്ത് വേണം? പിണക്കങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ ഇണക്കത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം, വിട്ടുകൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. നമ്മളെപ്പോലെ തന്നെ തെറ്റുകൾ പറ്റുന്ന ഒരുത്തൽ വന്ന തെറ്റാണിത്, അല്ലെ? എനിക്ക് തെറ്റുകൾ വരൂലേ, നമുക്ക് തെറ്റുകൾ വരൂലേ എന്നതുപോലെ എന്നോട് ഈ പ്രവർത്തനം ചെയ്തത് അവന്റെ ജീവിതത്തിൽ വന്നു പോയൊരു തെറ്റാണ്. വിട്ടുകൊടുക്കാൻ പറ്റുമോ? കൊടുത്താൽ നല്ലതാണെന്ന് റഹ്മാനായ റബ്ബ് പറയാ, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ മഅറൂഫി വഅരിദ് അനിൽ ജാഹിലീൻ. എന്താ? നിങ്ങൾ ആ ഒരു മാപ്പിനെ സ്വീകരിക്കണമെന്നാണ്, മാപ്പ് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്നാ. പക്ഷേ അത് പറഞ്ഞപ്പോ തന്നെ റബ്ബ് പറഞ്ഞെന്താണെന്നറിയോ? അത് പറഞ്ഞപ്പോ തന്നെ റഹ്മാനായ റബ്ബ് പിശാചിനെ കുറിച്ചാ പറയണത്. പിശാച് വിട്ടുകൊടുക്കൂല എന്നാണ്. നമ്മുടെ മനസ്സിലേക്ക് അസാരിൽ അവൻ അറിയാതെ പറഞ്ഞതായിരിക്കുമെന്നൊരു മനസ്സ് വരുമ്പോഴേക്കും പിശാച് കയറി ഇടപെടുമെന്ന, പിശാച് കയറി ഇടപെടുമെന്ന്. പിശാച് സമ്മതിക്കൂല.
പിശാച് സമ്മതിക്കൂല. ഈ അങ്ങോട്ട് പോയിട്ട് മിണ്ടേ, ഇത്ര പ്രായമുള്ള ആള് ഈ അങ്ങോട്ട് പോയിട്ട് ചെറുനോട് പറയേ, ഇത്ര വലിയ തറവാടിയായ ആള് ഈ താഴെ കിടക്കുന്ന ആളോട് പറയാന്നൊക്കെ പറഞ്ഞിട്ട് പലതരം ഈഗോ മെന്റാലിറ്റി നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തരും പിശാച്. അതുകൊണ്ടാണ് ഉടനെ തന്നെ റഹ്മാനായ റബ്ബ് പറഞ്ഞ അങ്ങനത്തെ ഒരു ടെൻഡൻസി നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുന്നുണ്ടോ, നിന്നോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു, അത് മാപ്പ് കൊടുക്കാമെന്ന് നീ തീരുമാനിച്ചു, ഉടനെ തന്നെ അതൊന്നും വേണ്ടടാ എന്ന് പറയുന്ന ഒരു മനസ്സിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ റഹ്മാനായ റബ്ബിനോട് പിശാച് കാവലിനെ ചോദിച്ചോ. കാരണം ആ പണിയെടുക്കുന്നത് പിശാചാണ്. കാരണം എന്താ, ഇവൻ മാപ്പ് കൊടുക്കുന്നതോടുകൂടി ഇവന്റെ ദറജ ഉയരും, ഇവന്റെ പാപങ്ങൾ പൊറുക്കും, ഇവന് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴിയൊരുങ്ങും. അതാർക്കും ഇഷ്ടമില്ല, നമ്മളെ ശത്രുവായി കാണുന്ന പിശാചിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ നന്മ ചെയ്യാൻ നമ്മളെ വിടൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിണക്കങ്ങൾ ഇണക്കത്തിലേക്ക് നയിക്കണം. അതിന് മാപ്പ് കൊടുക്കുക എന്ന വലിയ വിശാലമായ മനസ്സ് നമുക്ക് ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. മറ്റൊന്ന്, പിണക്കത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളിൽ നിന്നും നമ്മൾ ബോധപൂർവ്വം വിട്ടുനിൽക്കണം. പിണക്കങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നത് നമ്മൾ ശരിക്കും പഠിക്കണം. അതിൽ നിന്നും പരിപൂർണമായി കൊണ്ട് വിട്ടുനിൽക്കാൻ കഴിയണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണത്തെക്കുറിച്ച് ഗൗരവത്തിൽ അള്ളാഹുവിന്റെ റസൂൽ നമ്മൾ പഠിപ്പിച്ചത് ഏതാണെന്നറിയോ? തർക്കമാണ് സുഹൃത്തുക്കൾ. തർക്കം. ചില ആളുകൾക്കൊക്കെ തർക്കിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. വെറുതെ തർക്കിക്കുക, തർക്കിച്ച് അവരെ കീഴ്പ്പെടുത്തുന്നതിൽ വലിയൊരു രസം കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. എന്ത് കിട്ടിയാലും തർക്കിക്കും, അല്ലെ? സംബന്ധിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസ് എന്താണെന്നറിയോ? അബ്ഗദുർ റിജാലി ഇലല്ലാഹ് അലദ്ദുൽ ഖസ്ം. എന്താ? അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള, അള്ളാഹ്ക്ക് അങ്ങേയറ്റം കോപമുള്ള മനുഷ്യന്മാരാരാന്നറിയോ? നന്നായി തർക്കിക്കുന്ന ആളുകളാണ്. തർക്കിക്കുന്ന ആളുകളാണ്. കാരണം എന്താ അറിയോ? ഈ തർക്കം മൂത്താൽ സുഹൃത്തുക്കളെ അത് എവിടേക്ക് എത്താന്ന് പറയാൻ പറ്റില്ല. വക്കാണം വഴക്കെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെ തന്നെ സംഗതി. പിന്നെ എന്താ പറയുന്നത്? ലൈസൻസ് ഉണ്ടാവില്ല. പിന്നെ ഒറ്റൊന്നേ ഉണ്ടാവുള്ളൂ, മറ്റുള്ളവനെ അടിച്ചമർത്തുക മാത്രം. അവിടെ പിന്നെ സത്യം, പിന്നെ ന്യായം അന്യായം, സത്യം അസത്യം ഒന്നും നോക്കൂല. ആ തർക്കത്തിൽ അവൻ ജയിക്കണം. അതോടുകൂടെ അവന്റെ ജീവിതത്തിലേക്ക് പല തിന്മകളും വന്നേക്കാം. കൊലപാതകങ്ങൾ വരെ ചെയ്തു പോകാനെടുക്കുന്ന തീരുമാനങ്ങൾ ഒരു പക്ഷെ അതിലേക്ക് വരുമെന്നാണ്. മുനാഫികളുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞപ്പോ നരകത്തിന്റെ അടിത്തട്ട് ഓഫർ ചെയ്യപ്പെട്ട സാക്ഷാൽ മുനാഫിക്കുകളുടെ സ്വഭാവത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഇദാ ഖാസമ ഫജറ. അവനെങ്ങാനും തെറ്റിയാൽ, അവനെങ്ങാനും പിണങ്ങിയാൽ പിന്നെ തെമ്മാടിത്തരം വിളിച്ചു പറയുമെന്നാണ്. ചില ആളുകളൊക്കെ അങ്ങനെയാണ്. അതുവരെ മച്ച കമ്പനി ആയിരിക്കും, തെറ്റുന്നതോടുകൂടെ ആ നിലയിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തർക്കത്തിലേക്ക് പോകരുതെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തർക്കത്തിലേക്ക് പോകാതിരിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പ്രോത്സാഹിപ്പിച്ച കാര്യം എന്താണെന്നറിയോ? അതിലേക്ക് പോകാതിരിക്കുന്നവനക്ക് സ്വർഗത്തിൽ വീട് നൽകാമെന്ന പ്രവാചകൻ പറഞ്ഞത്. സ്വർഗത്തിന്റെ ഉന്നതമായ ഇടത്ത് അള്ളാഹു സുബ്ഹാനഹു അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഞാനൊരു വീടിന് വേണ്ടി നാളെ പിന്നെ അവനക്ക് വേണ്ടി വാദിക്കുമെന്ന്. ആരെയും ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിക്ക. തന്റെ ഭാഗത്താണ് ന്യായമെങ്കിലും ഒരു തർക്കത്തിന് ഞാനില്ല, ഒരു വഴക്കിന് ഞാനില്ല, ഒരു വക്കാണത്തിന് ഞാനില്ല. അജ് കൊണ്ടേക്കോ, പരലോകത്ത് ഞാൻ വേറെ മേടിച്ചോളാം എന്ന് പറഞ്ഞ് ഒന്ന് കുനിയാനുള്ള മനസ്സ് നമുക്കുണ്ടോ സുഹൃത്തുക്കളെ? ഇത് കിട്ടും പരലോകത്ത് മാത്രമല്ല, ഈ ഒരു ടെൻഡൻസി ഉള്ള ഒരാൾക്ക് നാളെ പരലോകത്തൊരു സ്വർഗത്തിൽ ഒരു വീടുറപ്പാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതിന്റെ അർത്ഥം വൈജ്ഞാനിക സംവാദങ്ങൾ വേണ്ട എന്നോ ആദർശ സംവാദങ്ങൾ വേണ്ട എന്നൊന്നുമല്ല. അതൊക്കെ നടക്കണം. അതൊരു വൈജ്ഞാനിക ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പഠനാവസരത്തിന് വേണ്ടി നമുക്ക് നടത്താം. പക്ഷേ അതൊക്കെ നടത്തുന്ന മുൻഗാമികളുടെ ചരിത്രങ്ങൾ സുഹൃത്തുക്കളെ നമുക്കിവിടെ കാണാൻ കഴിയും. മഹാനായ യൂനുസ് അസ്സുദിഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ഷാഫിയുമായി ബന്ധപ്പെട്ട് കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? മാ റഅയ്തു അഅഖല മിന ഷാഫിഈ. ഷാഫിഈയേക്കാൾ ബുദ്ധിമാനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഒരിക്കൽ നാദർതുഹു യൗമൻ ഫീ മസ്അല, ഒരു മസ്അലയുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് സംവദിച്ചു, അല്ലെ മുനാദറ നടത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും വൈജ്ഞാനിക സംവാദം ഞങ്ങൾ നടത്തി. പിന്നീട് ഞങ്ങൾ പിന്നെ പിന്തിരിഞ്ഞു പോയി. ഞങ്ങൾ ആ വിഷയത്തിൽ എതിർ കക്ഷികളാണ്. പക്ഷെ ഞങ്ങൾ എന്താക്കി, അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു. അങ്ങനെ അദ്ദേഹം പിന്നീട് എന്നെ കണ്ടുമുട്ടി. അദ്ദേഹം എന്റെ കൈ പിടിച്ചു. ഈ മസ്അലയിൽ നമ്മൾ ഒരേ ടീം അല്ലെങ്കിലും അതിനപ്പുറത്തുള്ള നമ്മുടെ ഭൗതികപരമായ വിഷയത്തിൽ നമുക്കൊന്ന് ചേർന്ന് നിന്നുകൂടെ എന്നാണ്.
സുഹൃത്തുക്കളെ, മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്ന സലഫ കാനു യഖ്തലിഫൂന ഫിൽ മസാഇൽ ഫർഇയ്യ, ശാഖാപരമായ മസ്അലകൾ അവർ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ മഅ ബഖാഇൽ ഉൽഫത്തി വൽ ഇസ്മത്തി വസലാഹി ദാതിൽ ബൈൻ, അവർക്കിടയിൽ അവർ കട്ടക്ക് നിന്നിരുന്നു എന്നുള്ളതാണ്. അവർക്കിടയിൽ അവർ രഞ്ജിപ്പോടുകൂടെ ഇണക്കത്തോടുകൂടെ പരസ്പരം മാനുഷിക സൗഹാർദ്ദം നിലനിർത്തി അവർ മുന്നോട്ട് പോകാൻ പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരിക്കലും പിണങ്ങുന്ന ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ ഭാഗ്യവാന്മാരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ചും സന്ദർഭത്തെക്കുറിച്ചും പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തുള്ള അവന്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്കൊക്കെ പുറത്തു കൊടുക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തആല ലയത്തലിഉ ഫീ ലൈലത്തി നിസ്ഫി മിന ശഅബാൻ. ശഅബാൻ 15 ആകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് എത്തി നോക്കുമെന്നും ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, അവന്റെ മുഴുവൻ അടിയാന്മാർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്. ഇല്ലാ ലിമുശ്രിക്കിൻ, 2 ടീമിനോട് ഒഴിവാക്കി. അള്ളാഹുവിന്റെ അടിമകൾക്കൊക്കെ പുറത്തു കൊടുക്കാൻ റെഡിയായി വന്ന് നിൽക്കുന്ന സമയത്ത് 2 വിഭാഗത്തെ അല്ലാഹു ഒഴിവാക്കി. അവർക്ക് പുറത്തു കൊടുക്കൂല. അവർക്ക് പുറത്തു കൊടുക്കൂല. ഏതുവരെ? ആ ഏർപ്പാട് അവസാനിപ്പിക്കണവരെ. അതിൽ ഒന്നാമത്തെ ടീമാരാ? ഇല്ലാ ലിമുശ്രിക്കിൻ, അള്ളാഹുവിൽ പങ്കു ചേർത്ത ഒരാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. അവൻ ആ ശിർക്ക് ഒഴിവാക്കേണ്ടി വരുന്നവരെ. പിന്നെ പറഞ്ഞ ആരാന്നറിയാം? ഔ മശാഹിൻ, പരസ്പരം തെറ്റി നടക്കുന്ന പിണങ്ങി നടക്കുന്ന ആളുകൾക്ക് ആ പിണക്കം തീർത്ത് സുൽഹിലെത്തുന്നത് വരെ അവർക്കും പൊറുക്കപ്പെടുകയില്ല എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ആളുകൾ നിസ്സാരമായ കാരണങ്ങളുടെ പേര് പറഞ്ഞ സുഹൃത്തുക്കൾ വർഷങ്ങളോളം തെറ്റി നിൽക്കുന്നത്. ഒരു ചെറിയ ഒരു സെന്റിന്റെ പേര് പറഞ്ഞ്, ഒരു റേഷൻ കാർഡിന്റെ പേര് പറഞ്ഞ്, അനന്തരം വീതം വെച്ച സമയത്ത് എന്തോ ചെറിയ കശ്പിശ കാരണം, ഇനി ഇങ്ങോട്ട് കയറണ്ട, ഇനി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇന്നെ കാണാൻ വരണ്ട, ഇനി എന്റെ കുട്ടിന്റെ കല്യാണത്തിന് ഇനി പങ്കെടുക്കേണ്ടതില്ല, എന്തെല്ലാം ഡയലോഗുകളാ സുഹൃത്തുക്കൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇങ്ങനെ ഈ നിലക്കുള്ള വാദഗതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഗൗരവം അറിയാഞ്ഞിട്ടാണ്. ഇവിടെ ഒരു ഹീറോ ചമഞ്ഞിട്ട് നടന്ന മതിയോ സുഹൃത്തുക്കളെ? പരലോകത്ത് പോയി കിടക്കണ്ടേ? എത്ര കാലം ഇവിടെ ഉണ്ടാകുക? നമ്മള് എത്ര കാലം ഉണ്ടാകുക? ഒരു പുരുഷായുസ് മുഴുവൻ തന്നെ കിട്ടിയപ്പോ എത്ര കാലം ഇവിടെ ഉണ്ടാകുക? ആ കുറച്ചു കാലം അല്ലേ? ഇപ്പൊ ഇന്നലെ കണ്ടില്ല സുഹൃത്തുക്കളെ, ഉച്ചക്ക് മക്കൾ സ്കൂളിലേക്ക് പോയി, 4 മക്കൾ അല്ലേ? തിരിച്ചു വരുമ്പോ ഞങ്ങൾ വീട്ടിലേക്ക് എത്തൂല എന്നവര് കരുതിയോ? ഇല്ല. അവരിങ്ങനെ ബസ് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഒരു ലോറിയുടെ രൂപത്തിൽ അവരുടെ മരണം അവരെ കവർന്നെടുത്തത്. 8ാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ. എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിരിക്കും അവരും അവരുടെ മക്കളും അവരുടെ മാതാപിതാക്കളും കുടുംബക്കാരും ഒക്കെ അല്ലേ? 4 മക്കൾ ഇന്ന് കവറിലാണ്. അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അപ്പൊ എന്താ അറിയോ നിങ്ങള്? ഇത്രേ ഉള്ളൂ നമ്മുടെ കഥ. ആകെ കുറച്ചു കാലം ഞാനും നിങ്ങളൊക്കെ ദുനിയാവിന്റെ മുകളിൽ ഉണ്ടാകുള്ളൂ. ആ ഉള്ള കാലം ഇങ്ങനെ വക്കാണേറ്റും പിണങ്ങിയും ശപിച്ചും എന്തിനിങ്ങനെ എരിഞ്ഞെരിഞ്ഞ് നമ്മൾ തീരണം സുഹൃത്തുക്കളെ. നല്ല ഇണക്കത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ എല്ലാവരെയും ചേർത്ത് നിർത്തി എല്ലാവർക്കും പുറത്തു കൊടുത്ത് അള്ളാഹുവെ പുറത്തു കൊടുക്കണേ അവർക്കെന്ന് പറഞ്ഞ് ഒരു വിശാലമായ മനസ്സ് നമുക്ക് എന്തേ സുഹൃത്തെ കാണിച്ചുകൂടാ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാക്സിമം പോയാൽ പിണക്കം 3 ദിവസം. ലാ യഹില്ലു ലിറജുലിൻ അയ്യഹ്ജുറ അഖാഹു ഫൗക 3 ലയാൽ. അള്ളാഹുവിന്റെ റസൂൽ പറയാ 3 ദിവസം മാക്സിമം പിണക്കം. അതിനപ്പുറത്തേക്ക് പോകുന്നത് ഹലാലല്ല എന്ന് പറഞ്ഞു. അതിനപ്പുറത്ത് പോകണ്ടെങ്കിൽ അത് ഹറാമാണെന്ന ഒരു ഹറാം ജീവിതത്തിൽ പേറിയിട്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത്. ഒരു ഹറാം ജീവിതത്തിൽ പേറിയിട്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത്. അവന്റെ കർമ്മങ്ങൾ എങ്ങനെ സ്വീകരിക്കാനാണ്? എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പെൻഡിങ്ങിലൂടും ചില ആളുകൾ ആരാ? പരസ്പരം തെറ്റി നടക്കുന്ന ആളുകൾ.
അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ എന്തിന് തെറ്റി എന്നൊന്ന് വെറുതെ ചോദിച്ചു നോക്കി. അങ്ങനെ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ എന്തിന് എന്ന ചോദ്യത്തിന് അപ്പുറത്തുള്ള ഉത്തരം ഒന്ന് തട്ടിച്ചു നോക്കുക. വിട്ടുകൊടുക്കാൻ പറ്റും വിട്ടുകൊടുത്തോളി. ഇവിടെ ആളുകൾ എന്താ ചെങ്ങായി ഒരു ആണത്തല്ലാത്തെന്നൊക്കെ ഒരു പക്ഷെ അന്തല്ലാത്ത ആളുകൾ പറഞ്ഞേക്കാം, ഇതിന്റെ ഗൗരവം അറിയാത്ത ആളുകൾ പറഞ്ഞേക്കാം. പക്ഷെ നമ്മൾ ബുദ്ധിമാന്മാരാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ദുനിയാവിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും പരലോകം സേഫായിരിക്കണമെന്നാണ്. ഇൻഷാ അല്ലാഹ് അതിന് ഒരു വിശാലമായ മനസ്സ് നമ്മൾ ഉണ്ടാക്കി എടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഹമു, നിങ്ങൾ കരുണ കാണിക്കൂ, തുർഹമു, നിങ്ങൾക്കും കരുണ നൽകപ്പെടും, വഗ്ഫിറു യുഗ്ഫർ ലക്കും, നിങ്ങൾ പുറത്തു കൊടുക്കൂ, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരുമെന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, വൽ യഅഫു വൽ യസ്ഫഹു, അവർ പുറത്തു കൊടുക്കട്ടെ, അവർ മാപ്പാക്കട്ടെ. അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഖലിതങ്ങൾ വന്നാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ നിങ്ങളോട് തെറ്റ് ചെയ്ത ആളുകൾക്ക് നിങ്ങൾ പുറത്തു കൊടുക്കൂ, നിങ്ങൾ പുറത്തു കൊടുക്കൂ. എങ്കിലേ അള്ളാഹുവിനോട് എന്നിന്റെ തെറ്റ് പുറത്തു തരണം റബ്ബേ എന്ന് ചോദിക്കാനുള്ള യോഗ്യത നാം നേടുന്നുള്ളൂ എന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുകയാണ്. ഏതാ ആയത്തിറങ്ങണമെന്ന് അറിയോ? ആയിഷ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ വ്യഭിചാരാരോപണം നടന്നു. ഒരു തീപ്പന്തം പോലെ നാട് നീളത് കത്തി. അവരുടെ ചാരിത്ര ശുദ്ധി ചോദ്യം ചെയ്യപ്പെട്ടു. അവസാനം അതിന്റെ ഭാഗമായ ഒരാൾ, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സേവകരിൽപ്പെട്ട ഒരാളെന്ന് പറഞ്ഞപ്പോൾ, ഇനി ഞാൻ അവനിക്ക് ഇതുവരെ ചെയ്ത എല്ലാ സേവനവും നിർത്തി എന്ന് പറയുമ്പോഴാണ് റഹ്മാനായ റബ്ബ് ഈ ആയത്തിറക്കുന്നത്. സ്വന്തം മകളുടെ ചാരിത്ര ശുദ്ധിക്ക് കളങ്കമേൽപ്പിക്കുന്നിടത്ത് നിർണായകമായ പങ്ക് വഹിച്ച ഒരുത്തനോട് ഇനി ഞാൻ ഏർപ്പാടില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ റഹ്മാനായ റബ്ബ് ആയത്തിറക്കി. അല്ലേ, നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റ് വന്നാൽ പുറത്തു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, അത് നിങ്ങൾക്ക് പുറത്തു തരാൻ. അതുകൊണ്ട് നിങ്ങളോട് ആരെയും അവിവേകം കാണിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ പുറത്തു കൊടുത്താൽ എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എല്ലാവരോടും മാന്യമായി പെരുമാറുക, പുഞ്ചിരിയോടുകൂടെ എല്ലാവരെയും ചേർത്ത് പിടിക്കുക, എല്ലാവരുടെ ഇണക്കത്തോടുകൂടെ ജീവിക്കുക. നമ്മളൊക്കെ മരിച്ചു എന്ന് പറയുമ്പോഴേ ഒരാൾ പോലും സുഹൃത്തുക്കളെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരു ദുര്യോഗം ഉണ്ടാകരുത്. ചെങ്ങായി മരിച്ചുകൂടി, നമ്മുടെ മഹല്ലത്തൊരു ആളല്ലേ, ഇപ്പൊ ഞാൻ അവിടെ പോയിട്ടില്ല, അതിന് ആളരെന്താ പറയാ എന്ന് പറഞ്ഞിട്ടാകരുത് ഇന്ത്യങ്ങടി ജനാസിനടുക്കിലേക്ക് ഒരാൾ വരുന്നത്. മറിച്ച് എന്തെന്നറിയോ, നല്ലൊരു മനുഷ്യനാ ഞങ്ങളുടെ അടുത്ത് നിന്ന് പോയത്, ഞങ്ങളുടെ നല്ലൊരു മനുഷ്യനാണ് ഇല്ലാതെയായത്. ഇത്രയേറെ എന്റെ മനസ്സിനെ സ്വാധീനിച്ചൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് എനിക്ക് അവസാനമായി കൊണ്ട് കൊടുക്കാനുള്ള ഗിഫ്റ്റ് അത് ഈ പ്രാർത്ഥനയാണ്. ആ അവസരത്തിന് കാത്തു നിൽക്കും സുഹൃത്തുക്കളെ. ആ അവസരത്തിന് വേണ്ടി ആയിരങ്ങളും പതിനായിരങ്ങളും ക്യൂ നിൽക്കും. എത്ര ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ടും നമ്മുടെ ജനാസയ്ക്ക് വേണ്ടി അവർ ക്യൂ നിൽക്കും. എങ്ങനെയാണെങ്കിൽ എന്നറിയോ, ചേർത്ത് പിടിക്കുന്ന ഒരുത്തനാണ് നമ്മളെങ്കിൽ. അതല്ല എല്ലാവരോടും വഴക്കിട്ടും തെറ്റിയും പിണങ്ങിയും ഒക്കെ എങ്ങനെ ഒരു അർത്ഥമില്ലാത്ത ജീവിതം എങ്ങനെ ജീവിച്ചു തീർത്തോൻ പോയ അൽഹംദുലില്ലാ എന്ന് മനസ്സ് പറയുന്ന നൂറുകണക്കിന് ആളുകൾ ഉണ്ടാക്കിയിട്ട് എന്ത് കിട്ടാനാണ് ഈ ദുനിയാവിന്റെ മുകളിൽ? അതുകൊണ്ട് നമ്മൾ പരലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കുക. പരലോകമാകട്ടെ നമ്മുടെ സ്വപ്നം. അതിനുവേണ്ടി ജീവിതത്തിന്റെ എല്ലാ ഏരിയകളും നാം ക്രമീകരിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഭാവ ഗുണങ്ങൾ സ്വജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അവരെ കാത്തിരിക്കുന്നതാണ് സ്വർഗം. അള്ളാഹു അത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകൾ, കുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, നാളെ ഇതുവരെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ഞങ്ങളുടെ നന്മകൾ അള്ളാഹു എല്ലാവിധ പോരായ്മകളും വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് പരിപൂർണാർത്ഥത്തിൽ സ്വീകരിക്കണമേ അള്ളാഹു. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹുയുടെ ഖബറുകൾ എല്ലാവർക്കും നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. കടം കൊണ്ട് രോഗം കൊണ്ടുമൊക്കെ ഒട്ടനേക ബുദ്ധിമുട്ടുകൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു ഇവരുടെ എല്ലാവിധ പ്രയാസവും ദൂരീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.